അവർക്ക് നല്ലതേത് മോശമേതെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ അവരറിയാതെ അവരുടെ ഉള്ളിൽ ആരോ ലാഭം കാണുന്നവരെത്തിച്ചു കൊടുത്ത ആ ലഹരിയുടെ പ്രചോദനം തുടർന്ന് പോകാതിരിക്കാൻ നമ്മൾ അവരെ ചേർത്ത് പിടിക്കണം. രോഗികളെ അടിച്ചുകൊണ്ട് രോഗം മാറുമോ? പണ്ട് കുഷ്ഠരോഗികളുടെ മേലെ ചൂടുവെള്ളം ഒഴിച്ച കാലം ഉണ്ടായിരുന്നു. രോഗികളെ കല്ലെറിഞ്ഞ് ഓടിച്ച കാലമുണ്ടായിരുന്നു. ആ കാലത്താണ് അശ്വമേധം എന്ന് പറയുന്ന ഒരു നാടകം ഇറങ്ങിയത്, KPSCയുടെ. ആ നാടകത്തിൽ കുഷ്ഠരോഗബാധിതയായി വിവാഹം മുടങ്ങിപ്പോയ ഒരു കഥാപാത്രമുണ്ട്, കേട്ടിട്ടുണ്ടോ? സുമം എന്നാണ് കഥാപാത്രം. ആ കഥാപാത്രം ആശുപത്രിയിൽ പോയി കിടന്നപ്പോൾ ഡോക്ടർ ഇവരോട് ക്രൂരമായി പെരുമാറുമ്പോൾ ആ രോഗി ചോദിച്ചൊരു ചോദ്യമുണ്ട്, സാർ, രോഗം ഒരു കുറ്റമാണോ എന്ന്. രോഗം വന്നവരെ കുറ്റവാളികളെ പോലെ പരിഗണിക്കരുത്. അങ്ങനെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ അവാർഡ് ആ നാടകത്തിന് കിട്ടിയത്. ആ ചോദ്യം ഒരു ഇന്റർനാഷണൽ ചോദ്യമായിരുന്നു. രോഗം വന്നവരെ ചികിത്സിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അടിച്ചോടിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ കുട്ടികൾ അവരറിയാതെ രോഗത്തിനടിമയായി പോയിട്ടുണ്ടാകാം. അവരെ ചേർത്ത് പിടിക്കണം, അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. തെറി പറഞ്ഞതുകൊണ്ട്, കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവരെ ചേർത്ത് പിടിക്കുക. ലഹരിക്ക് അടിമയായാൽ അത് കുട്ടികൾ മാത്രമല്ല, ഇപ്പൊ കേൾക്കുന്ന തന്ന വൈബുമാര് പറയുന്നത് കേൾക്കുമ്പോഴായിരിക്കും കുട്ടികളെ മാത്രമേ ലഹരി അടിക്കുന്നുള്ളൂ.